ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ മൗനരാഗം ഇന്നലെ അവസാനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേഘ്നയുടെ അമ്മയും അനിയത്തിയും ക്ഷേത്ര പരിസരത്തു കൂടി വരികയാണ്. അപ്പോൾ മേഘ്നയും അവളുടെ ഫ്രണ്ട്സായ കല്യാണിയും അതുവഴി വരുന്നത് അവർ കാണുന്നുണ്ട്, അകലെ നിന്നിട്ടേ കാണുന്നുണ്ട്. അപ്പം അവർ രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ രണ്ടുപേരും നിന്ന് പരസ്പരം. അപ്പോൾ നിന്നതിന് ശേഷം പറയുകയാണ്, നീ എൻ്റെ മകളല്ല, നീ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്, എന്തിനാണ് എന്നെ തേടി വരുന്നത് എന്നൊക്കെ പറയാറ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടൊന്നുമില്ലല്ലോ, നിങ്ങളല്ലേ എന്നെ പുറത്താക്കിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറയുകയാണ്, അതായത് ചിലവർ അവകാശം അന്വേഷിച്ച് വരും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുന്നത്, നിങ്ങൾ എന്ത് സംസാരമാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണെന്നെങ്കിലും പറയാം, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ നൊന്ത് പ്രസവിച്ചതല്ലേ അവളെ എന്നൊക്കെയാണ് കല്യാണി ചോദിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ പറയുകയാണ്, ഞാൻ ഇവളുടെ അമ്മയല്ല. അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ്, അവരുടെ അമ്മ മരിച്ച സമയത്ത് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അതാണ് ഇവരുടെ മകളാണ് ഞാൻ, ഇവരുടെ മകൾ അവരല്ല എന്ന് പറയാണ്. എന്നിട്ടും ഞാൻ സ്നേഹത്തിന് ഒരു കുറവും കാണിച്ചിട്ടില്ല, മകളല്ലെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടും ഇല്ല. അങ്ങനെയുള്ള ഞങ്ങളെ മുഖത്തടിച്ചിട്ടാണ് ഇവൾ ഇറങ്ങിപ്പോയത്. പിന്നെ ഇനി ഇവളെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണോ എന്നൊക്കെ കല്യാണിയോട് ഇവർ ചോദിക്കുകയാണ്. അമ്മ പോയിക്കോണം, നിന്റെ പാടും നോക്കിയിട്ട് നീ എൻ്റെ കുടുംബത്തിൻ്റെ പരിസരത്ത് പോലും നീ വന്നേക്കാൻ പാടില്ല, വാ മോളെ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് അമ്മച്ചി പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിക്കുകയാണ് മേഘ്നയോട്, അതായത് മേഘ്ന ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അത് നിൻ്റെ രണ്ടാനമ്മയാണോ? അതെ, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിലേ മരിച്ചു പോയതാ, അന്ന് തൊട്ട് തുടങ്ങിയതാ എൻ്റെ ഭാഗ്യക്കേട്, അത് ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് കേട്ടപ്പോൾ കല്യാണി മേഘ്നയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയാണ്, ഇല്ല, ഇതുപോലെ നിന്നെ കെട്ടിപ്പിടിക്കാൻ ഒരുപാട് പേരുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മേഘ്നയെ ആരും മാറ്റി നിർത്തില്ല. പിന്നെ അവളെ ആരോ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നു എന്നല്ലേ പറഞ്ഞത്, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൻ വേണ്ടി മേഘ്ന നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആരെയും വേദനിപ്പിച്ചിട്ട് ആർക്കും നന്നാവാൻ വേണ്ടി പറ്റില്ല മേഘ്നയെ, അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച സത്യ. എന്നെ കാണിക്കുന്നത് മേഘ്നയുടെ അമ്മയും മകളും വീട്ടിലെത്തി അവൾക്ക് മുടിയൊക്കെ ചീകി ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ വിവാഹം നടത്തണം, ഇപ്പോഴാണെങ്കിൽ നിൻ്റെ അച്ഛൻ നല്ല ചൂടിലാണ്, പിന്നെ നിൻ്റെ അച്ഛൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ തന്നെ നടത്തണം. മേഘ്നയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് അത് കൊച്ചു മക്കളോട് അപ്പൂപ്പന്മാർക്ക് സ്നേഹം കൂടുമല്ലോ, ആ നേരത്ത് കുഞ്ഞിനെ കാണാൻ പോയാൽ ഷെയർ അവൾക്കും കൂടി കൊടുക്കുമെന്ന് ഉറപ്പല്ലേ, അതൊഴിവാക്കാൻ നിൻ്റെ കല്യാണത്തോടെ എല്ലാം നിൻ്റെ പേരിൽ ആക്കണം. വരുന്ന പയ്യനാണെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല, എന്തായാലും അവൻ അമേരിക്കക്കാരനാ, അവനോട് പറയണം സ്വത്തൊക്കെ ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴല്ല, നിങ്ങളിനി സംസാരിച്ച് അടുപ്പത്തിലാവുമല്ലോ അപ്പോഴ്. അവൾ അവിടെ നിന്ന് എണീറ്റ് എന്നിട്ട് പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, അവൾക്ക് ഒരു തരി മണ്ണ് പോലും കൊടുക്കരുത്. നമ്മളെ അങ്ങനെയല്ലേ അവൾ വിഷമിപ്പിച്ചിട്ട് പോയത്. അമ്മ അപ്പോൾ പറയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവൾക്കൊന്നും കൊടുക്കുന്നത് തന്നെ ഇഷ്ടമല്ല, ഒരു കണക്കിന് അവൾ അങ്ങനെ പോയത് നമ്മുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അപ്പോൾ അവൾ പറയാണ്, അവർ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മച്ചി, മോൾ അടുക്കളയിലോട്ട് ചെല്ല്, അമ്മ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിന്, എന്നിട്ട് വാ. പിന്നെ കാണിക്കുന്നത് ഷാരി ദോശ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സരയു വന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അമ്മ എന്താ ചെയ്യുന്നേ? കുറേ നേരമായല്ലോ അമ്മ അടുക്കളയിൽ കയറിയിട്ട്, എന്താ ഉണ്ടാക്കുന്ന അമ്മേ? അത് മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുക. അതെന്താ അമ്മേ? അത് മോളുടെ വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അതിനെയും ഞാൻ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ അവൾ പറയാണ്, അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. അത് 1-2 ദിവസമായിട്ട് അമ്മ ഒരു പരിസരബോധമില്ലാതെയാണല്ലോ നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നതും കേട്ടു. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ് ഒന്നുമില്ല മോളെ, മോളുടെ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ വിഷമം തോന്നിയതാ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അകന്നു പോയില്ലേ? അങ്ങനെ ആരും അകന്നു പോയിട്ടില്ല എന്നല്ലേ അമ്മ പറഞ്ഞത്. ആൻറ്റി ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നില്ലേ? അങ്ങനെയല്ലേ അമ്മ അവിടെ പോയി വന്നതിന് ശേഷം പറഞ്ഞത്? അതേ മോളെ, രൂപയുമായിട്ട് എപ്പോഴും അവിടെ പോയി കാണാനോ അവിടെ അടുത്ത് താമസിക്കാനോ ഒന്നും നമ്മൾക്ക് പറ്റുന്നില്ലല്ലോ. എന്നാലും അമ്മ ആ റെക്കോർഡർ കൊണ്ടുവരാതിരുന്നത് ഭയങ്കര കഷ്ടമായിപ്പോയി. അയ്യോ എൻ്റെ മോളെ, അത് എൻ്റെ അടുത്ത് നിന്ന് എവിടെയോ കളഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല അമ്മേ, ഇനി ആ റെക്കോർഡർ ആരെങ്കിലും കയ്യിൽ കിട്ടിയാലോ? എൻ്റെ മോളെ, അതെനിക്ക് ശരിക്കും അറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ഇപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ ഭദ്രമായിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. അമ്മേ, അത് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾക്ക് തന്നെ തിരിച്ചടിയാവും.
ആ ആ എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ആ ഇതാ മോളെ, എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ. സരയു എല്ലാ പാത്രവും തുറന്നു നോക്കി. അപ്പോൾ നല്ല സന്തോഷമായി. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു തീർക്കാനാ? ഞാൻ മനുവിനോട് കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം. മനുവും കൂടി ഉണ്ടെങ്കിൽ ഇതെല്ലാം കഴിച്ചു തീർക്കാമല്ലോ. അപ്പോൾ അമ്മ പറയാണ്, മോൾക്കിനി എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ആ അല്ല മോളെ, മനു എവിടെ? പിന്നെ കാണിക്കുന്നത് നല്ല ടിസ്റ്റാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നയുടെ അനിയത്തിയെ പെണ്ണ് കാണാൻ പോയിരിക്കുകയാണ് നമ്മളെ മനു. അപ്പോൾ അവൻ അവിടെ വെച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് അതിനുശേഷം പറയുന്നു, ഞാൻ MBA കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്സിലേക്ക് പോയതാണ്. ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒരു 50% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് നാട്ടിലല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ബിസിനസ് തുടങ്ങി. അപ്പോൾ ബിസിനസ് അങ്ങ് ആരംഭിച്ചു. ജപ്പാൻ, കൊറിയ, കുറേ സ്ഥലത്തൊക്കെ ബിസിനസ്സാണ്. 24 വയസ്സിൽ അങ്ങോട്ട് പോയതാ. അതുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ശൃംഖല തന്നെ അങ്ങോട്ട് സ്ഥാപിച്ചു. അപ്പം മോൻ്റെ ശരിക്കുള്ള നാട്, അത് ഞങ്ങൾ കുടിയേറ്റ കർഷകരാണ്. ശരിക്കുള്ള നാട് കണ്ണൂരാണ്. അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് വന്നു. ഇടുക്കി തൂക്കുപാലത്തിനായിരുന്നു നമ്മളെ താമസം. അവിടെ എൻ്റെ അച്ഛനൊരു 10 ഏക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ ഒരു 150 ഏക്കർ അങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏലവും കുരുമുളകുമാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ പന്നി ശല്യമായതുകൊണ്ട് അതൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുക. അച്ഛനും അമ്മയൊക്കെ എനിക്കിപ്പോൾ സ്റ്റേറ്റ്സിലുണ്ട്. ഈ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും അവർ വരും. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അമേരിക്കൻ മലയാളികളുടെ മക്കളെ കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന് മാരേജ് ബ്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് നിഷയെ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ വന്ന് പെണ്ണ് കണ്ടേക്കാമെന്നതും വിചാരിച്ചു. ഞങ്ങൾക്കും മോനെ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോ, ഞങ്ങൾ അങ്ങോട്ട് മാറി തന്നേക്കാം. വാ ദാസേട്ടാ. അവനവിടെ വെച്ച ചായക്കപ്പിൽ നിന്നും ഒരു കവൾ ചായ കുടിച്ചു. അതിനുശേഷം അവിടുത്തെ സംസാരിക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടികളൊന്നും ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല, അതിനപ്പുറത്ത് വലിയ പഠിപ്പൊന്നും ഇല്ലെന്നേ. ഒരു MBA എടുത്തിരുന്നെങ്കിൽ അവിടെ എനിക്കൊരു സഹായിയായനെ. തുടർന്ന് പഠിക്കാനൊന്നും തോന്നിയില്ല. എങ്കിൽ പിന്നെ വിവാഹം നല്ലതല്ലേ. പിന്നെ മനു പറയാണ്, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നിഷയോട് പറയുന്നത്, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു, തൻ്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കും ഒരുപാട് ഇഷ്ടമായി ഫോട്ടോ കണ്ടപ്പോൾ തന്നെ. ഒരല്പം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നേരിൽ കണ്ടപ്പോഴോ? ഞങ്ങൾ കണ്ണൂരുകാരാണെന്ന് പറഞ്ഞല്ലോ. കല്യാണത്തിന് ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ല, അത്യാവശ്യം ചില ബന്ധുക്കളും അച്ഛനും അമ്മയും. ഞങ്ങളും അത്രയേ ഉള്ളൂ, അധികാരിയും കൂട്ടാതെ വിവാഹം നടത്തണമെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. എനിക്കും അങ്ങനെയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊന്നും ആൾക്കൂട്ടമൊന്നും ഇല്ലെന്നേ. പിന്നെ ഞാൻ കുറച്ച് പഴഞ്ചൻ രീതികളൊക്കെ പിന്തുടരുന്ന കൂട്ടത്തിലാണ്. മനു പറയാണ്, എന്ന് വെച്ച് തികച്ചും പഴഞ്ചനല്ല കേട്ടോ. അപ്പോൾ അവൾ അത് കാണുമ്പോഴേ അറിയാം. വയസ്സ് 10-29 ആയി. ജോലി തിരക്കിനിടയിൽ കല്യാണം കഴിക്കാൻ അങ്ങ് മറന്നുപോയി. ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ തലക്കകത്ത് കയറി പറ്റിയാൽ പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും ഓർക്കില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് വിവാഹം കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിക്കുന്നവരോ 10-40 കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരു പരിചയം എൻ്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാരേജ് ബ്യൂറോയിലൊക്കെ രജിസ്റ്റർ ചെയ്തത്. ഇനിയിപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട. ഒരു ചെറിയ എൻഗേജ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കല്യാണം. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നിഷ. അവനാ കൊണ്ടുവച്ച ബേക്കറിയിൽ നിന്നും ഒരു മധുരം എടുത്ത് കഴിച്ചു. എന്നിട്ട് പറയുകയാണ് നിഷയോട്, മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നാ അർത്ഥം. അവൻ അതും പറഞ്ഞ് മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവിടുന്ന് നല്ലൊരു തുക കിട്ടുമെന്ന് ഉറപ്പാ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഷാരി നമ്മളെ സരയുവിന് ഫുഡ് കയ്യിലെടുത്തിട്ട് വാരി കൊടുക്കുകയാണ്. അപ്പോൾ സരയു ചോദിക്കുകയാണ്, അമ്മ എന്താ കൊച്ചു കുട്ടികളെ പോലെ എനിക്ക് വാരിത്തരുന്നത്? നീ എനിക്ക് എപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണ്. ഒറ്റ മോളാവുമ്പോൾ അവർക്ക് എപ്പോഴും വയസ്സാകുന്നതൊന്നും അമ്മമാർക്കൊരു പ്രശ്നമല്ല, അവർക്ക് കൊച്ചുകുട്ടി തന്നെയാണ്. ഇപ്പം തന്നെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഷാരി പറയുന്നത്, ഈ സമയത്ത് വെയിറ്റ് എന്തായാലും ഉണ്ടാവും. നീ ഇതൊക്കെ കഴിച്ചിട്ട് ഈ പഴവും കൂടി കഴിക്കുമ്പോൾ എല്ലാം ദഹിച്ചോളും. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അമ്മ ഇതുപോലെ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന്? അമ്മമാർ മക്കളെ എപ്പോഴും സ്നേഹിക്കും. എന്നാലും ഇപ്പോൾ ഒരു പ്രത്യേക സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുക. അത് നിൻ്റെ പ്രസവം അടുക്കും തോറും കൂടി വരും. പ്രസവിക്കാൻ പോകുന്ന മക്കളെക്കാൾ ആദ്യമായിരിക്കും അമ്മമാർക്ക്. പിന്നെ നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ മൊത്തത്തിലൊരു അങ്കലാപ്പ.
അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നാളെ എന്താ കുഴപ്പമോ? അതൊന്നും പറയണ്ട മോളെ, എൻ്റെ വലത്തെ കൈയുടെ പുറകുവശത്ത് ഒരു വല്ലാത്ത വേദന. ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ഇപ്പം പെട്ടെന്ന് നാവിന്ന് വീണ് പോയതാ. ഇതാ ടെസ്റ്റിനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ. അപ്പോൾ നാളെയാണ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം തന്നെ റിസൾട്ട് പറഞ്ഞു തരുമല്ലോ, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. ഞാൻ അതിനൊന്നും നിന്നില്ല. നാളെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്നെ പറയും BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്നൊക്കെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല. അമ്മ രാവിലെ നടക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. കുറച്ച് നാളായില്ലേ നമ്മൾ നടത്തമൊക്കെ അവസാനിപ്പിച്ചിട്ട്. നമ്മൾ നടക്കാൻ പോകുമ്പോൾ അയലത്തുള്ള വീട്ടുകാർ കാണുമല്ലോ. നമുക്കിനി റൂട്ട് മാറ്റി പിടിക്കാം അമ്മേ. റൂട്ട് മാറ്റി പിടിക്കേണ്ടി വരും നാളത്തെ ദിവസം കഴിയുമ്പോൾ. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ സരീവിനൊന്നും തിരിയുന്നില്ല. അപ്പോൾ സരയു ചോദിക്കാണ്, എന്നുവെച്ചാൽ അല്ല, എല്ലാം കൂടുകയാണെങ്കിൽ റൂട്ട് മാറ്റിയാണെങ്കിൽ നടന്നല്ലേ പറ്റൂ. ഓ അങ്ങനെ. ഇതാ കഴിക്കും മോളെ എന്ന് പറഞ്ഞ് അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത്, അതായത് കിരൺ കാറുമായിട്ട് വന്നിട്ടുണ്ട്. കിരണെ ഒരാൾ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, സാറിനെ ഞാനൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ വീടൊന്ന് പുതുക്കി പണിയണം, മുകളിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ കല്യാണിയും കുറച്ച് അല്പം തിരക്കിലായില്ലേ. കുറച്ച് കാര്യങ്ങൾ കല്യാണിയെ കൊണ്ട് ഇൻറ്റീരിയലൊക്കെ ചെയ്യിപ്പിക്കണം. മേഡം പറഞ്ഞാൽ മതി, എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളെ ആൾക്കാർ അവിടെ എത്തും എന്ന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും എൻ്റെയും കല്യാണിയുടെയും മേൽനോട്ടം എന്തായാലും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഷാരി വണ്ടിയിൽ അതുവഴി വന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, നിർത്ത്. എന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിരിക്കുകയാണ്. അവൾ നല്ലോണം പല്ല് കടിച്ച് എന്നിട്ട് ഡ്രൈവറോട് പറയുകയാണ്, വണ്ടി എടുക്ക്. അപ്പോൾ അവർ കിരണിനോട് ചോദിക്കുകയാണ്, നമ്മളെ പണി എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ താമസിക്കുന്ന വീടല്ലേ അത്. അപ്പോൾ പണി തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും മാറാൻ വേണ്ടി പറ്റുമോ? അതിനെന്താ, ഞാൻ കുട്ടിയെയും കൂട്ടിയിട്ട് തറവാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു 3 മാസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആക്കിത്തരാം. താങ്ക് യു സാറേ. ഞാൻ ഇടയ്ക്ക് കമ്പനിയിൽ വന്നിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തിക്കോളാം. ഓ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കിരൺ പോയി. അവരും അവരെ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. ഷാരി വണ്ടിയും വെച്ചിട്ട് പകുതി വഴിക്ക് കാത്തു നിൽക്കുകയായിരുന്നു അവരെ. അപ്പോൾ അവർ മനസ്സിൽ പറയാണ്, അവനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് വരിക. ഇവരെ കുടുംബത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പകരം എൻ്റെ കുടുംബത്തെ തകർക്കണം. എലിസബത്തെ എന്തായി? എൻ്റെ കൂട്ടുകാരുടെ മോള് അവളെ മകളല്ല അല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്കങ്ങനെ മനസ്സിലായി. നിങ്ങൾ തന്ന മുടിനാരിഴ എല്ലാം ഞാൻ പരിശോധിച്ചു. അത് അവരുടെ മകളല്ല. ഷാരി അത് കേട്ടതും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഷാരി എന്തിനാ ചിരിക്കുന്നത്? ദൈവം ചിലത് കൺമുന്നിൽ കാണിച്ചു തരും. അല്ലാതെ മറ്റൊരു മറുപടി നിന്റെ നാവിൽ നിന്ന് വരില്ല എന്ന് എനിക്കറിയായിരുന്നു എലിസബത്തെ. എന്നാലും എൻ്റെ കൂടെ പഠിച്ചവളാ നീ. എന്നിട്ടും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഞാൻ എന്ത് ചതി ചെയ്തെന്നാ പറയുന്നത്? അപ്പോൾ ഷാരിക്ക് ദേഷ്യം പിടിച്ച്, മിണ്ടരുത് നീ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു ചില കാഴ്ചകൾ. അപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരുടെ മകളല്ല എന്ന് നീ പറയും എന്ന്. എന്നാൽ കേട്ടോ, ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരിയുടെ മകൾ തന്നെയാ. ഞാൻ ഈ പ്രൊഫഷനിൽ കയറിയിട്ട് ഒരു 10-20 കൊല്ലമായി. ഇതുവരെ ഞാനൊരു കളവും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും പാടില്ല. പണം വാങ്ങിയിട്ട് ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. നീ അതല്ല, അതിനപ്പുറം ചെയ്യും, പൈസ വാങ്ങിച്ചുകൊണ്ട്. നിനക്ക് എന്നെ നന്നായിട്ടറിയാം. എപ്പോഴെങ്കിലും പൈസക്ക് ആർത്തി കാണിക്കുന്നവളായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ പ്രാരാബ്ദം കൂടുമ്പോൾ ആരാലും ചെയ്തു പോവില്ലേ? നിന്റെ ഈ കേസ് എനിക്കും നിനക്കും മാത്രമേ അറിയൂ. പിന്നെ ആരാ ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നത്? അപ്പോൾ ഷാരി പറയാണ്, ഒന്നും പറയണ്ടടി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട. എന്തായാലും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ആ മുടിനാരിഴ എവിടെ പരിശോധിച്ചാലും ഈ റിസൾട്ടേ കിട്ടൂ. നിന്റെ കൂട്ടുകാരുടെ മകളല്ല അവൾ. ഇനി ആണെന്ന് തെളിയിച്ചാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എൻ്റെ ജോലി രാജിവെക്കും. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. ഇത് വല്ലാത്തൊരു സമ്മർദ്ദമായല്ലോ. ഷാരിക്കൊന്നും തിരിയുന്നില്ല. അവിടെ തന്നെ നിന്നിട്ട് ഇതൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.